എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 9 മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കാം. 1 യോഹന്നാൻ 5-ാം അധ്യായം 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. നാം മനുഷ്യ സാക്ഷ്യം കൈക്കൊള്ളുന്നുവെങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നത് തന്നെ. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായകയാൽ അവനെ അസത്യവാദിയാക്കുന്നു. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവന്റെ പുത്രനുണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവൻ ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവൻ ജീവനില്ല. മതി. വായിച്ച വാക്യഭാഗങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കുന്നു. മനുഷ്യരുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നു എങ്കിൽ ദൈവത്തിന്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിന്റെ സാക്ഷ്യമോ അവൻ തന്റെ പുത്രനെ കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നത് തന്നെ. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായികയാൽ അവനെ അസത്യവാദിയാക്കുന്നു. ആ സാക്ഷ്യം ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, പുത്രനില്ലാത്തവന് ജീവനില്ല. ഇതാണ് വിശുദ്ധ വചനത്തിൽ നിന്ന് നമ്മൾ വായിച്ചതായ ഭാഗം. നാം ക്രിസ്തീയ വിശ്വാസ ജീവിതത്തിന്റെ യാത്രയിലാണ്. നമ്മുടെ യാത്രയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വളരെ കൃത്യമായി വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. അതാണ് ഇന്ന് നമ്മൾ വായിച്ചതായ വചനഭാഗത്ത് നമ്മൾ കാണുന്നതും. എന്താണ് ആ സാക്ഷ്യമോ? നമ്മളിവിടെ വായിച്ചതെല്ലാം സാക്ഷ്യത്തെക്കുറിച്ചാണ്. ആരുടെ സാക്ഷ്യത്തെക്കുറിച്ചാണ്? ദൈവത്തിന്റെ സാക്ഷ്യത്തെക്കുറിച്ചാണ്. നമ്മൾ മനുഷ്യരുടെ സാക്ഷ്യം ആധികാരികമായി പരിഗണിച്ചുകൊണ്ട് വിധി പ്രസ്താവിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ മനുഷ്യരുടെ സാക്ഷ്യം നമ്മൾ ആധികാരികമായി പരിഗണിക്കുന്നു എങ്കിൽ മനുഷ്യരുടെ സാക്ഷ്യത്തെക്കാൾ വലുതാണ് ദൈവത്തിന്റെ സാക്ഷ്യം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ വായിച്ച വചനഭാഗത്തു നിന്ന് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ കൃത്യമായി ദൈവത്തെക്കുറിച്ച് എടുത്തു പറയുന്നു. ദൈവത്തെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ദൈവത്തെക്കുറിച്ച് മാത്രമാണോ? ദൈവത്തിന്റെ പുത്രനെ കുറിച്ചും ഇവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രൈസ്തവ ലോകത്ത് വിശ്വാസ സംബന്ധമായ വിഷയങ്ങൾ, വിവിധ വിശ്വാസങ്ങൾ പലരും തങ്ങളുടേതായ നിലകളിൽ പഠിപ്പിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത്. ഈ ലോകത്ത് നമ്മൾ അങ്ങനെ വിവിധ ഉപദേശങ്ങൾ കേട്ട് അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി വളർന്നു വന്നവരാണ്. അങ്ങനെ വളർന്നു വന്നവരായ നമ്മൾ കാലക്രമത്തിൽ തിരുവെഴുത്തുകളോടുള്ള ബന്ധത്തിൽ നമ്മൾ സൂക്ഷ്മത പാലിക്കുവാൻ തുടങ്ങിയപ്പോൾ, വിശുദ്ധ ബൈബിളിലെ വചനങ്ങളെ സൂക്ഷ്മതയോടെ പരിശോധിക്കുവാൻ തുടങ്ങിയപ്പോൾ, പലരും പറഞ്ഞു പഠിപ്പിച്ച, പലരിൽ നിന്നും കേട്ടുകേൾവിയിലൂടെ നമ്മൾ മനസ്സിലാക്കിയതായ കാര്യങ്ങളുമായി ബൈബിൾ വേറിട്ട് നിൽക്കുന്നു എന്ന അറിവാണ് ഇന്ന് നാം ഓരോരുത്തരും ആയിരിക്കുന്ന ഈ വിശ്വാസ യാത്രയിൽ നമ്മളെ ഒന്നിച്ചു കൊണ്ടുവരുവാൻ കാരണമായി തീർന്നു. അപ്പോൾ ബൈബിൾ ദൈവം എന്നെടുത്തു പറഞ്ഞിരിക്കുന്നത് ആ ദൈവത്തിന്റെ പുത്രനെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത്
ആ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത്, ആ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുന്നത്, ഇതെല്ലാം വളരെ കൃത്യമായി ബൈബിളിലുള്ളപ്പോൾ ആരാണ് ദൈവം? ആരാണ് ദൈവമെന്ന് വളരെ കൃത്യമായി കർത്താവായ യേശുക്രിസ്തുവും യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരും അവർക്ക് മുൻപേ പഴയ നിയമഭാഗങ്ങളിൽ കൂടെയും പ്രവാചകന്മാരിലൂടെയും ഒക്കെ രേഖപ്പെടുത്തിയതായ വചനങ്ങളിൽ കൂടെ ഒക്കെ നമുക്ക് ദൈവത്തെക്കുറിച്ച് കാണുവാൻ കഴിയും. വിശുദ്ധ തിരുവെഴുത്തിൽ ഒരിടത്ത് പോലും 3 പേരാണ് ദൈവമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമില്ല. ദൈവത്തിൽ 3 വ്യക്തികളുണ്ടെന്ന് പഠിപ്പിക്കുന്ന ഒരു വാക്യമില്ല. യേശുക്രിസ്തുവാണ് ദൈവമെന്ന് പഠിപ്പിക്കുന്ന ഒരു വാക്യമില്ല. പിന്നെ എന്താണുള്ളത്? യേശുക്രിസ്തുവിന്റെ ദൈവമാണ് ക്രിസ്ത്യാനികളുടെ ദൈവം. ക്രിസ്ത്യാനികളെന്ന് ഞാൻ പറയുന്ന ടേമിന്, ആ പദത്തിന്, ആ പേര് കിട്ടിയതിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അന്ത്യോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത് ആരെയാണ്? യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരെയാണ്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്കാണ് ക്രിസ്ത്യാനികൾ എന്ന് പേരായത്. അല്ലാതെ കത്തോലിക്കർക്കോ മാർത്തോമാക്കാർക്കോ യാക്കോബായക്കാർക്കോ CSIക്കാർക്കോ CNIക്കാർക്കോ മെത്തഡിസ്റ്റുകാർക്കോ ബാപ്റ്റിസ്റ്റുകാർക്കോ ഓർത്തഡോക്സുകാർക്കോ ഒന്നുമല്ല ക്രിസ്ത്യാനി എന്ന് പേരായത്. ക്രിസ്ത്യാനി എന്ന് പേരായത് യേശുക്രിസ്തുവിന്റെ ശിഷ്യർക്കാണ്. അപ്പോൾ ഗുരു ശിഷ്യ ബന്ധത്തോടുള്ള ബന്ധത്തിലാണ് ആ പേരുണ്ടാകുന്നത്. ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ, ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ എന്ന അർത്ഥത്തിൽ. അപ്പോൾ ക്രിസ്തു എന്ന ഗുരുവിനും ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ശിഷ്യർക്കും ചേർത്ത് പറയുന്ന ആ ബന്ധത്തെ എടുത്തു കാണിക്കുന്ന ഒരു പേരാണ് ക്രിസ്ത്യാനി. അത് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് കിട്ടിയതാണ്. അപ്പോൾ ഒരാൾക്ക് ക്രിസ്തുവിന്റെ ശിഷ്യൻ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്ന് പേര് വരണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ ക്രിസ്തുവിന്റെ അധ്യാപനങ്ങളെ, ഉപദേശങ്ങളെ പിൻപറ്റുന്നവനാകണം. അവൻ ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾക്ക് അനുസരണവും വിധേയത്വവും ഉള്ളവനായി മാറണം. ക്രിസ്തു പഠിപ്പിച്ചതിനു വിപരീതമായ ഒരു ഉപദേശവും അവൻ പറയാൻ പാടില്ല. ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഗുരു പഠിപ്പിച്ചതിന് വിപരീതമായി പഠിപ്പിക്കുന്നവൻ ആ ഗുരുവിന്റെ അനുഗാമിയല്ല. ഗുരുവിനെ അനുഗമിക്കുന്നവൻ ഗുരു എന്താണോ പഠിപ്പിച്ചത് അതാണ് പഠിപ്പിക്കുന്നത്, അതാണ് പറയുന്നത്, അതാണ് ഫോളോ ചെയ്യുന്നത്. അതിന് വിപരീതമായി ഒന്നും അവന് പഠിപ്പിക്കുവാൻ അനുവാദമില്ല. അപ്പോൾ ഗുരു പഠിപ്പിച്ചതിന് വിപരീതമായി ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിച്ചാൽ അവൻ എന്തായി മാറും? ആ ഗുരുവിന്റെ വിരോധിയായി മാറും. തത്വം മനസ്സിലായോ? ഗുരു പഠിപ്പിച്ചതിന് വിപരീതമായി ഒരുവൻ പഠിപ്പിച്ചാൽ അവൻ ഗുരുവിന് വിരോധിയായി മാറും. അപ്പോൾ ക്രിസ്തു പഠിപ്പിച്ചതിന് വിപരീതമായി പഠിപ്പിക്കുന്നവൻ ആരായി മാറും? ക്രിസ്തു വിരോധി. അതിനാണ് ഇംഗ്ലീഷിൽ ആന്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. അന്തിക്രിസ്തു എന്നല്ല കേട്ടോ, പലരും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന അന്തിക്രിസ്തു എന്നാണ്. അന്തിക്രിസ്തു എന്നല്ല, ആന്റി ക്രൈസ്റ്റ് എന്നുള്ള ആംഗലേയ പദത്തിന്റെ മലയാള അർത്ഥം എതിർ ക്രിസ്തു അഥവാ ക്രിസ്തു വിരോധി എന്നാണ്. അപ്പോൾ എതിർ ക്രിസ്തു ആരാണ്? ക്രിസ്തു പഠിപ്പിച്ചതിന് വിപരീതമായി പഠിപ്പിക്കുന്നവൻ എതിർ ക്രിസ്തുവാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ പഠിപ്പിക്കേണ്ടത് എന്താണ്? എന്താണോ ക്രിസ്തു പഠിപ്പിച്ചത് അത് തന്നെയാണ് അവൻ പഠിപ്പിക്കേണ്ടത്.
അതിന് വിപരീതമായി പഠിപ്പിക്കുവാൻ അവൻ അനുവാദമില്ല. ഇവിടെ നമ്മൾ വായിച്ചതായ വചനഭാഗത്ത് ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ പുത്രനെ കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. ക്രൈസ്തവ ലോകത്ത് അനേകർക്ക് യേശുക്രിസ്തുവിനൊരു പിതാവില്ല. ചിലർ പറയും ദൈവത്തിന് പുത്രനില്ലെന്ന് വേണമെങ്കിലും പറയും. കാരണം പിതാവില്ലെങ്കിൽ പിന്നെ പുത്രനില്ലെന്നല്ലേ അർത്ഥം. യേശുക്രിസ്തുവിന് ഒരു പിതാവില്ലെന്ന് പഠിപ്പിക്കുന്ന ആളുകൾ ക്രൈസ്തവ ലോകത്തുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ വായിച്ച വചനഭാഗത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്, ദൈവത്തിന് പുത്രനുണ്ട്. ആ പുത്രനിൽ, ദൈവത്തിന്റെ പുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ഏത് സാക്ഷ്യം? ദൈവം പറഞ്ഞ സാക്ഷ്യം. പുത്രനെ കുറിച്ച് ദൈവം പറഞ്ഞ സാക്ഷ്യമുണ്ട്. രണ്ടും ഒരാളാണ്, പിന്നെ ഒരാള് സാക്ഷ്യം പറയാൻ പറ്റുമോ? ദൈവവും ദൈവത്തിന്റെ പുത്രനും രണ്ടുപേരാണ്. ദൈവം തന്റെ പുത്രനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ആ സാക്ഷ്യം? ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു. ദൈവം തന്ന ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട്. ആരുടെ പുത്രനിലുണ്ട്? ദൈവത്തിന്റെ പുത്രനിലുണ്ട് എന്നുള്ളത് തന്നെ. അപ്പോൾ ദൈവത്തിന് പുത്രനുണ്ട്. ആ ദൈവം തന്റെ പുത്രനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ആ ദൈവത്തിന്റെ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭ്യമാകുമെന്നുള്ള സാക്ഷ്യവുമുണ്ട്. ഈ യോഹന്നാൻ അപ്പോസ്തലൻ എന്തിനാ ഇതെല്ലാം എഴുതിയത്? പലരും യോഹന്നാൻ അപ്പോസ്തലന്റെ എഴുത്തുകളെ വക്രീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം തന്നെ എടുത്ത് യോഹന്നാൻ ഉദ്ദേശിക്കാത്തതും യോഹന്നാൻ അർത്ഥമാക്കാത്തതും യോഹന്നാൻ ലക്ഷ്യമാക്കാത്തതുമായ വ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് വികലമായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. സുവിശേഷം എഴുതിയ യോഹന്നാൻ അത് എഴുതി അവസാനിപ്പിക്കും. നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ്, യോഹന്നാൻ സുവിശേഷം എഴുതി അവസാനിപ്പിക്കുമ്പോൾ അതിന്റെ കൺക്ലൂഷനിൽ കൊണ്ടുവന്ന് യോഹന്നാൻ പറഞ്ഞത് എന്താണ്? യോഹന്നാൻ 20:31 കിടപ്പുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ ഈ സുവിശേഷം എഴുതിയ യോഹന്നാൻ ഈ എഴുതിയത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വളരെ വെടിപ്പായിട്ട് എഴുതിയാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അടയാളങ്ങൾ. അപ്പോൾ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേക അടയാളങ്ങൾ, മാറിപ്പോയത്, അനേക അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. പലരും പറയുന്നത് യേശു പറഞ്ഞതെല്ലാം എഴുതിയിട്ടുണ്ടോന്നാ. യേശു പറഞ്ഞതല്ല, യേശു അനേക അടയാളങ്ങൾ ചെയ്തു. ആ അടയാളങ്ങളെല്ലാം ഒന്നും ഇവിടെ എഴുതിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടി എഴുതിയതാണ്? എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു വന്ന്, യേശു ആരെന്ന് വിശ്വസിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനുമാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളുടെ ലക്ഷ്യം എന്താണ്? അത് വായിക്കുന്നവർ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തുവാണ് ദൈവമെന്ന് വിശ്വസിക്കണമെന്നാണോ? അങ്ങനെ യോഹന്നാൻ പറഞ്ഞോ? യോഹന്നാൻ പറഞ്ഞിട്ടില്ല. യോഹന്നാൻ പറഞ്ഞത് ഇത് വായിച്ചിട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ടത് യേശു ആരെന്നാണ്? ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. പലരും വന്നിട്ട് നമ്മളോട് പറയും, യേശു ദൈവമാണെന്ന് വിശ്വസിക്കാത്തവന് നിത്യജീവനില്ല, രക്ഷയില്ല, അവൻ ക്രിസ്ത്യാനിയല്ല എന്നിങ്ങനെയുള്ള അബദ്ധ പഞ്ചാംഗം എഴുന്നള്ളിക്കുന്ന ആളുകളെ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട്. യേശു ദൈവമാണെന്ന് വിശ്വസിക്കാത്തവൻ ക്രിസ്ത്യാനിയല്ലെന്ന് എവിടുന്നാ സുഹൃത്ത്? ഏത് വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്? യേശു ദൈവമാണെന്ന് വിശ്വസിക്കാത്തവൻ അവന് രക്ഷയില്ല. യേശു ദൈവമാണെന്ന് വിശ്വസിക്കാത്തവന് നിത്യജീവനില്ല. ഏത് വാക്യത്തിലാ സുഹൃത്ത് എഴുതിയിരിക്കുന്നത്? ബൈബിളിൽ ഏത് വാക്യത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്? ബൈബിളിൽ എങ്ങും എഴുതിയിട്ടില്ല യേശു ദൈവമാണെന്ന് വിശ്വസിക്കണമെന്ന്. യേശുവാണ് ദൈവമെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ആരാണ് ദൈവമെന്ന് കൃത്യമായി
കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് യേശുവിന്റെയും ദൈവമാണ്. യേശുക്രിസ്തുവിന്റെയും ദൈവമായ പിതാവെന്ന് വളരെ വെടിപ്പായിട്ട് പൗലോസ്ലീഹയും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ പൗലോസ്ലീഹ വളരെ കൃത്യമായി പറഞ്ഞു, ദൈവമോ ഒരുത്തൻ മാത്രം, സിംഗിൾ പേഴ്സൺ. ദൈവം സിംഗിൾ പേഴ്സൺ ആണ്. ദൈവമോ ഒരുത്തൻ മാത്രം. ദൈവം ഒരുവനല്ലോ. ആ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള മധ്യസ്ഥനാണ് കർത്താവായ യേശുക്രിസ്തുവെന്നും പൗലോസ്ലീഹ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ദൈവം ഒരുവൻ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. ആരാണത്? എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. 1 തിമോഥെയോസ് 2:5. ദൈവമോ ഒരുത്തൻ മാത്രം. ഗലാത്യലേഖനം 3:20 റോമാലേഖനം 3:30. ദൈവം ഏകനല്ലോ, സിംഗിൾ പേഴ്സൺ. എവരിവെയർ ഇറ്റ് ഈസ് റിട്ടൺ ദാറ്റ് ദ ഗോഡ് ഈസ് എ സിംഗിൾ പേഴ്സൺ. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുവൻ മാത്രമാണ് ദൈവമെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുമ്പോൾ, അതിന് വിപരീതമായി പഠിപ്പിക്കുന്നവർ, ബൈബിൾ പറയാത്ത കാര്യങ്ങൾ സ്വന്തമായി കയ്യിൽ നിന്ന് പറയുന്നവർ, ബൈബിൾ പറഞ്ഞിരിക്കുന്നതിന് വിപരീതമായി പറയുന്നവർ എതിർ ക്രിസ്തുക്കളാണ്. അവർ ക്രിസ്ത്യാനികളല്ല. അതാണ് വാസ്തവം. അതായത് ലോജിക്കലി, തത്വാധിഷ്ഠിതമായി യേശുക്രിസ്തു പഠിപ്പിച്ചതിന് വിപരീതമായി പഠിപ്പിക്കുന്നവൻ ഒരുത്തനും ക്രിസ്ത്യാനിയല്ല. അത് മാർത്തോമാക്കാരനായാലും പെന്തക്കോസുകാരനായാലും CSI-കാരനായാലും CNI-കാരനായാലും മെത്തഡിസ്റ്റുകാരനായാലും കത്തോലിക്കനായാലും ഓർത്തഡോക്സ് ആയാലും യാക്കോബായാലും യേശുക്രിസ്തു പറഞ്ഞതിന് വിപരീതമായി പഠിപ്പിക്കുന്നവൻ എതിർ ക്രിസ്തുവാണ്. അവൻ ക്രിസ്ത്യാനിയല്ല. അവരുമായി കൂട്ടായ്മ പാടില്ല. പിന്നെ പലരും വിമർശിക്കുന്നുണ്ടാകും, നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടാവും. നമ്മളെ പേടിക്കണ്ട, അവർക്ക് ആ പരിജ്ഞാനം കിട്ടിയിട്ടില്ല, അവർക്ക് ആ തിരുവെഴുത്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല, അവർ ദൈവീകമായ ആകർഷണം ലഭിച്ചവരല്ല, അവർക്കറിവില്ല എന്ന് മനസ്സിലാക്കുകയല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ആരാണ് ദൈവമെന്നുള്ള വിഷയം ചർച്ചയ്ക്കെടുത്തു കഴിഞ്ഞാൽ, നമ്മൾ യേശുക്രിസ്തുവിനെ അയച്ച പിതാവാണ് ഒരേ ഒരു സത്യദൈവം എന്നുള്ളതായ വചനം ചൂണ്ടിക്കാണിച്ചാൽ അതിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ തയ്യാറാകുന്ന എത്ര എണ്ണം കണ്ടിട്ടുണ്ട്? യോഹന്നാന്റെ സുവിശേഷം 17 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ വളരെ വെടിപ്പായിട്ട് പറഞ്ഞിരിക്കുകയാണ്, യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഒൺലി ട്രൂ ഗോഡ്. ഒരേ ഒരു സത്യദൈവം യേശുക്രിസ്തുവിനെ അയച്ചവനാണെന്ന് വെടിപ്പായി പറഞ്ഞിരിക്കുമ്പോൾ ആ വാക്യത്തിൽ തൊടാൻ ധൈര്യമില്ലാതെ ഞാനും പിതാവ് ഒന്നാകുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും. എന്റെ സുഹൃത്തെ, ഈ വാക്യത്തിന് നിങ്ങൾ എന്താണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പറ. ബാക്കിയുള്ള ഫെലോഷിപ്പോ യൂണിറ്റിയോ ഒന്നും അല്ല ഞങ്ങൾ ചോദിച്ചത്. ദൈവവും യേശുക്രിസ്തുവുമായിട്ട് ഫെലോഷിപ്പ് ഉണ്ട്. മനസ്സിലായോ? അവർ ഐക്യതയിൽ ഒന്നാണ്. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് അതേ ഒന്നാകലുണ്ടാകണമെന്ന് യേശുക്രിസ്തു പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 17 11 21 23 ഇവിടെ വളരെ വെടിപ്പായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്. നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും, ആര്? ഈ ശിഷ്യവൃന്ദം, യേശുവിനെ അനുഗമിക്കുന്നവർ ഒന്നാകണമെന്ന്, ഒന്നായി ഐക്യത്തിൽ തികഞ്ഞവരാകണമെന്ന്. അപ്പോൾ ഐക്യത്തിലുള്ള ഒന്നാകലിനെ കുറിച്ചാണ്, അല്ലാതെ യേശുക്രിസ്തു പിതാവ് ഒരാളെന്നല്ല. യേശുക്രിസ്തുവിനെ കണ്ടവൻ പിതാവിനെ കണ്ടു എന്നും യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിനെ കണ്ടവൻ പിതാവിനെ കണ്ടെന്ന് യേശുക്രിസ്തു പറഞ്ഞു. പലരും വലിയ കാര്യത്തെ ആ വാക്യം കൊണ്ടുവരും. യോഹന്നാന്റെ സുവിശേഷം 14 10 യേശുക്രിസ്തു വളരെ വെടിപ്പായി പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം സ്വയമായിട്ടല്ല. ഒന്ന് വായിച്ച ആ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 14 10 ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു. അടുത്തത്, ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. എന്ത് പ്രവൃത്തിയാ പിതാവ് യേശുവിൽ വസിച്ചുകൊണ്ട് ചെയ്തത്? തൊട്ട് മോളിൽ പറഞ്ഞത് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്
യേശുവിൽ വസിച്ചുകൊണ്ട് പിതാവ് സംസാരിച്ചതാണെന്നാണ് യേശുക്രിസ്തു പറഞ്ഞത്. അല്ലാതെ യേശുക്രിസ്തുവിനെ കണ്ടവര് പിതാവിനെ കണ്ടു എന്ന് സ്ഥാപിക്കാൻ വാക്യമില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാം വാക്യം ഒന്നെടുത്ത് യേശുക്രിസ്തു പറഞ്ഞത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാം വാക്യം, പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടേ എന്നല്ല. ഒന്ന് നിക്കണേ. യേശു ഇത് പറയുന്നത് ആരോടെന്നറിയാമോ? വലിയൊരു പുരുഷാരം തന്റെ മുമ്പിലിരിക്കുകയാണ്. തലേ ദിവസം അപ്പം പെരുപ്പിച്ച് കിട്ടിയത് തിന്നിട്ട് പോയവർ പിറ്റേ ദിവസവും അപ്പം കിട്ടുമെന്ന് വിചാരിച്ച് യേശുവിന്റെ അടുത്തോട്ട് വന്നതാണ്. ആ ജനം, ആ പുരുഷാരം 5 അപ്പത്തെ കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചതിന്റെ ഒരു സംഭവം നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ടല്ലോ. അങ്ങനെ അപ്പം പെരുപ്പിച്ചു കിട്ടി ഭക്ഷണം കഴിച്ച് തൃപ്തരായി പോയവർ പിറ്റേ ദിവസവും യേശുവിനെ അന്വേഷിച്ചു വന്ന ആ പുരുഷാരത്തെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ടേ എന്നല്ല. നഗ്ന നേത്രങ്ങൾ കൊണ്ട് യേശുവിനെ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പുരുഷാരത്തോട്, യേശുവിന്റെ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ടേ എന്നല്ല. പിന്നെ ബാക്കി ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ യേശുവിനെ കണ്ടവരൊക്കെ പിതാവിനെ കണ്ടോ? അനേകായിരങ്ങൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോ പറയുക, ഇവരാരും പിതാവിനെ കണ്ടിട്ടില്ല, നിങ്ങളാരും പിതാവിനെ കണ്ടിട്ടില്ല. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ എന്ന്. അപ്പൊ യേശുവിനെ കണ്ടവർ പിതാവിനെ കണ്ടു എന്ന് യേശു പറഞ്ഞു. യേശുക്രിസ്തു തന്നെയാണോ യേശുക്രിസ്തുവിന്റെ പിതാവ്? ചുമ്മാതെ എന്തെങ്കിലും പറയുന്ന ആൾക്കാരെ നമ്മൾ ധാരാളം കാണുകയാണ്. കാരണം അടിസ്ഥാനപരമായി അവർക്ക് വചനത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ കഴിയുകയില്ല. വളരെ കൃത്യമായി യേശുക്രിസ്തു പറഞ്ഞു, ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ. ഇത് പറയുമ്പോൾ യേശുവിനെ അനേകായിരങ്ങൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഒരേയൊരു സത്യദൈവമെന്ന് യോഹന്നാൻ 17:3 വളരെ ക്ലിയറായി പറഞ്ഞിരിക്കുമ്പോൾ, അത് കൈക്കൊള്ളാതെ അതിന് വിപരീതമായി യേശുക്രിസ്തു മാത്രം ദൈവം, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല എന്ന് പിതാവിനെ നിഷേധിക്കുന്ന പാസ്റ്റർമാരെ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നിലിരുന്നു കൊണ്ട് കൈ ഉയർത്തി ഹല്ലേലൂയ ആമീൻ പറയുന്ന പാസ്റ്റർമാരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് യേശുക്രിസ്തു പറഞ്ഞ ദൈവത്തെ നിഷേധിക്കുന്ന ദൈവനിഷേധികൾ വീഡിയോ സഹിതം നമ്മുടെ ഈ തെളിവാണ്. ആ വീഡിയോ അങ്ങോട്ട് ഇട്ടുകൊടുത്താൽ പോലും ഈ പറയുന്ന ആൾക്കാർക്ക് അതിനെക്കുറിച്ച് മറുപടിയില്ല. പിതാവെന്നൊരു ദൈവമേ ഇല്ല എന്നല്ലേ ആ വിളിച്ചു കൂവുന്നതിന്റെ അർത്ഥം? യേശുക്രിസ്തു മാത്രം ദൈവം, യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ലെന്നൊക്കെ കൺവെൻഷൻ സ്റ്റേജിൽ നിന്നുകൊണ്ട് മൈക്കിലൂടെ അലറിക്കൂവുമ്പോൾ അതിന് ആമേനും ഹല്ലേലൂയയും പറയുന്ന പെന്തക്കോസുകാരെ നമ്മൾ കാണുന്നുണ്ട്. ഈ വീഡിയോ മുമ്പിലോട്ട് തെളിവായിട്ടിട്ട് കൊടുത്തിട്ട് നമ്മൾ ചോദ്യം ചെയ്താൽ മറുപടിയില്ല. ഇനി അത് ഇവരുടെ ഉപദേശമല്ലെങ്കിൽ ആ ഉപദേശം ഇവരുടെ പുൽപ്പിറ്റിൽ നിന്ന് പറയുന്നവനെ പിന്നെയും വിളിച്ച് പ്രസംഗിപ്പിക്കുമോ? അയാൾക്ക് അറിവില്ലായ്മ പറഞ്ഞ പുറകെ നിരന്നിരിക്കുന്ന ബൈബിൾ കോളേജിൽ പഠിച്ച പാസ്റ്റർമാരോ അവർക്കും അറിയത്തില്ലല്ലേ? അപ്പം നിങ്ങളുടെ ഉപദേശം വിശുദ്ധ വേദപുസ്തകത്തിനും ക്രിസ്തുവിന്റെ ഉപദേശത്തിനും വിപരീതമാണ്. ആ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന നിങ്ങൾ ക്രിസ്ത്യാനികളല്ല എന്ന് വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആധാരത്തിൽ തത്വാധിഷ്ഠിതമായി തെളിയിക്കപ്പെടുകയാണ്. ഒരു കൂട്ടായ്മയും നിങ്ങളുമായിട്ടില്ല. യേശുക്രിസ്തുവിനും യേശുക്രിസ്തു പഠിപ്പിച്ചതിനും വിപരീതമായ ഉപദേശം പറയുന്നവരുമായി ഫെലോഷിപ്പ് ഇല്ലെന്ന് മനസ്സിലായില്ലേ? ഇത് ഞങ്ങളുടെ നിത്യജീവനെ ബാധിക്കുന്ന വിഷയമാണ്. ഇവിടെ ദൈവത്തിന് പുത്രനുണ്ട്. ആ പുത്രനിൽ നമുക്കുള്ള ജീവനുണ്ട്. അതുകൊണ്ടാണ് യേശുവിന്റെ കൂടെ നടന്ന അപ്പോസ്തലന്മാര് പറഞ്ഞത്, നിങ്ങൾക്കും പോയിക്കൂടായോ എന്ന് യേശു ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തിരിച്ചു മറുപടി പറയുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 62-63 വാക്യമാണെന്ന് തോന്നുന്നു.
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 62-63 വാക്യം എടുത്തേ. നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നില്ലേ? യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തില് ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. വാക്യം റെഫറൻസ് പറഞ്ഞില്ലായിരുന്നല്ലോ, ഞാൻ പറഞ്ഞ തെറ്റി കാണും. 68-ാം വാക്യം, 67-68 വാക്യങ്ങളിലാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 67-68 വാക്യങ്ങളിലാണ്. നിങ്ങൾക്കും പോകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശിമോൻ പത്രോസ് പറയുന്നത്, കർത്താവെ, ഞങ്ങൾ നിന്നെ വിട്ടിട്ട് ആരുടെ അടുക്കൽ പോകും? വലിയ പാട്ടൊക്കെ പാടുമല്ലോ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പാരനെ, നിന്നെ വിട്ടിട്ടടി ഞങ്ങൾ എങ്ങു പോയി വസിക്കും. വലിയ പാട്ടൊക്കെ പാടും. പക്ഷേ അടിസ്ഥാനപരമായി വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന സത്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. നിത്യജീവന്റെ വചനങ്ങൾ ഈ പറഞ്ഞ യേശുക്രിസ്തുവിന്റെ പക്കലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ശിഷ്യന്മാർ, ആ ശിഷ്യന്മാരിൽ ഒരുത്തനാണ് എഴുതി വച്ചിരിക്കുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വാക്യഭാഗങ്ങൾ, അതിന്റെ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ പറയുകയാണ്, ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന്, അത് ദൈവത്തിന്റെ പുത്രന്റെ പക്കലുണ്ടെന്ന്. ആ യേശുക്രിസ്തു പറഞ്ഞതും പഠിപ്പിച്ചതും വിശ്വസിക്കാത്തവന് ജീവനില്ല. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രൻ എന്താണോ പഠിപ്പിച്ചത് അത് പിന്തുടരുക, അത് വിശ്വസിക്കുക, അതിനെ കൈക്കൊള്ളുക. അതിന് വിപരീതമായി പഠിപ്പിക്കാതെ സത്യം മാത്രം സംസാരിക്കുക. ദൈവപുത്രൻ വന്നു എന്ന് ഈ അധ്യായത്തിൽ, നമ്മൾ ഈ വായിച്ച അധ്യായത്തിന്റെ അവസാന വാക്യഭാഗങ്ങളിലാണ് നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ പുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമ്മൾക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. വലിയ കാര്യത്തെ വായിക്കും, പക്ഷെ ആ വിവേകം കിട്ടിയില്ല കേട്ടോ. ദൈവപുത്രൻ വന്നിട്ട് സത്യദൈവത്തെ കുറിച്ച് പറഞ്ഞ വാക്യം ഏതാ? വിവേകമുണ്ടെങ്കിൽ പറ. യോഹന്നാൻ 17:3 എന്താ എഴുതിയിരിക്കുന്നത്? ദൈവത്തിന്റെ പുത്രൻ വന്നിട്ട് സത്യദൈവത്തെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ആരാണ് ഒരേ ഒരു സത്യദൈവം എന്നാണ്? This is life eternal, that they might know thee, the only true God, and Jesus Christ, whom thou hast sent. ഒരേ ഒരു സത്യദൈവമായ അവിടുത്തെയും അവിടുന്ന് അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ദൈവപുത്രൻ വിശ്വസിക്കാൻ മനസ്സുണ്ടോ? ദൈവപുത്രൻ വന്നിട്ട് പറഞ്ഞത് യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഒരേ ഒരു സത്യദൈവം, ഓൺലി ട്രൂ ഗോഡ്. യേശുക്രിസ്തുവിനെ അയച്ചതാരാണ്? പിതാവാണ്. പിതാവാണ് ഒരേ ഒരു സത്യദൈവം. പിതാവാണ് ഒരേ ഒരു സത്യദൈവം. യേശുക്രിസ്തു ആരാണ്? ഒരേ ഒരു സത്യദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. ദൈവത്തിന്റെ പുത്രൻ വന്നു പറഞ്ഞിട്ടും വിവേകം കിട്ടാത്തവർ ചിരിച്ചും കളിച്ചും നടക്കട്ടെ. അവര് യേശുക്രിസ്തു പറഞ്ഞ ഏക സത്യ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് യേശുക്രിസ്തു മാത്രം ദൈവമെന്ന് ചിലര് പറയും. ചിലര് പറയും യേശുക്രിസ്തു ഉൾപ്പെടെ 3 പേരാണ് ദൈവമെന്ന്. ഏത് വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് 3 പേരാണ് ദൈവമെന്ന്? ബൈബിളിലൊരു വാക്യത്തിലുമില്ല. ബൈബിളിന് പുറത്തുള്ള നാട്ടുകാർക്ക് തോന്നിയ ഉപദേശം വിശ്വസിക്കാം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അത് അവരുടെ മാത്രം സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന കാര്യമാണ്. അവർക്ക് ക്രിസ്തുയേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ ക്രിസ്ത്യാനികളുമല്ല. അപ്പോൾ യേശുക്രിസ്തു പഠിപ്പിച്ചതിന് വിപരീത ഉപദേശം പറയുന്നവൻ
ക്രിസ്ത്യാനി അല്ല. അവർ ആന്റി ക്രൈസ്റ്റ് ആണ്, എതിർ ക്രിസ്തുവാണ്, വിപരീത ഉപദേശകർ, എതിർ ക്രിസ്തു, ക്രിസ്തു വിരോധി എന്നൊക്കെ അവരെ വിളിക്കാം. അപ്പോൾ ഇവിടെ ദൈവത്തിന് പുത്രനുണ്ട്. ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കാത്തവന് അവന്റെ പുത്രനിൽ ജീവനുണ്ടെന്ന്, ദൈവം നമുക്ക് നിത്യജീവൻ തരുന്നു, ആ ജീവൻ അവന്റെ പുത്രനിലുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നതിലൂടെയാണ് നമുക്ക് ജീവൻ ലഭിക്കുന്നത്. ആ ജീവൻ ലഭിക്കണമെങ്കിൽ ആ പുത്രൻ പറഞ്ഞത് വിശ്വസിക്കണം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ യേശുക്രിസ്തു അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. മനസ്സിലായോ? ആ ജീവൻ അവന്റെ പുത്രനിലുണ്ട് എന്ന് ദൈവം സാക്ഷ്യം പറഞ്ഞിരിക്കുന്നുവെങ്കിൽ ആ പുത്രൻ പറയുന്നത് എന്താണ്? നിത്യജീവൻ ആർക്കാണുള്ളതെന്നാണ്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. യേശുക്രിസ്തുവിനെ അയച്ച ഒരുവനുണ്ട് കേട്ടോ, അവനാണ് ഒരേ ഒരു സത്യദൈവമെന്ന് പുത്രൻ വന്നു പറഞ്ഞു തന്നിട്ടും അത് വിശ്വസിക്കത്തില്ല. യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണെന്ന് പറഞ്ഞു നടക്കുകയാണ്. എവിടെ എഴുതിയിരിക്കുന്നത്? യേശുക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല. ഇതാകുന്നു സത്യദൈവവും നിത്യജീവൻ. ഏത്? ദൈവത്തിന്റെ പുത്രൻ വന്ന് അറിയിച്ചു തന്നത്. യോഹന്നാൻ 17:3 ദൈവത്തിന്റെ പുത്രൻ വന്ന് ഇക്കാര്യം അറിയിച്ചു തന്നത്. യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഓൺലി ട്രൂ ഗോഡ്. യേശുക്രിസ്തു ആ ഒരേ ഒരു സത്യദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. ഈ അറിവ് നിത്യജീവനാണ്. ആ അറിവുള്ളവൻ യേശുക്രിസ്തു പറഞ്ഞ വചനം കൈക്കൊണ്ട് നിത്യജീവൻ പ്രാപിക്കും. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ദൈവത്തിന്റെ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ പറഞ്ഞ വചനം കൈക്കൊള്ളാതെ അതിന് വിപരീതമായി പറയുന്ന ഒരുത്തനും ജീവനില്ല. തൃത്വക്കാരനും ജീവനില്ല, യേശുനാമ പെന്തക്കോസുകാരനും ജീവനില്ല. 3 പേരാണ് ദൈവമെന്ന് പഠിപ്പിക്കുന്ന വിപരീത ഉപദേശകരായ തൃത്വക്കാർക്കും ജീവനില്ല. യേശുക്രിസ്തു മാത്രം ദൈവമെന്ന് പഠിപ്പിക്കുന്ന പെന്തക്കോസുകാർക്കും ജീവനില്ല. യേശുക്രിസ്തു പറഞ്ഞത് വിശ്വസിച്ച് അവനെ അയച്ചവനാണ് ഒരേ ഒരു സത്യദൈവമെന്ന് വിശ്വസിക്കുന്ന അവർക്ക് നിത്യജീവനുണ്ട്. ഇതാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. ആകയാൽ എൻ്റെ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായ നിത്യജീവന്റെ പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് നാം ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജലത്താലും രക്തത്താലും വന്നവൻ യേശുക്രിസ്തുവാണെന്നും ആത്മാവ് ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുവെന്നും വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുമ്പോൾ വളരെ കൃത്യതയോടുകൂടി ക്രിസ്തു യേശുവിലൂടെ ലഭ്യമായ നിത്യജീവന്റെ പ്രത്യാശയെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ചുവടുകളെ സ്ഥിരതയോടെ വയ്ക്കുവാൻ, നമ്മുടെ ജീവൻ പ്രാപിപ്പാൻ നമുക്ക് ഓരോരുത്തരും കഴിയട്ടെ. ആരെല്ലാം നിന്ദിച്ചാലും ദുഷിച്ചാലും പരിഹസിച്ചാലും അതിൻ്റെ ഒന്നും മുമ്പിൽ നമ്മൾ ക്ഷീണിച്ചു പോകരുത്. നമ്മൾ സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് എത്തി അതിൽ നിലനിൽക്കണം. ആരെ എന്തെല്ലാം പഠിപ്പിച്ചാലും തിരുവെഴുത്തുകളെ പരിശോധിച്ച് അതിൽ ഉറച്ചു നിൽക്കണം. വരുന്നവനും പോകുന്നവനും വായി തോന്നുന്ന എന്തുപദേശവും പറയാം. അതൊന്നും യേശുക്രിസ്തുവിന്റെ അനുയായികൾക്ക് പിന്തുടരാനുള്ളതല്ല. അതൊക്കെ പുറത്തുള്ളവർക്ക്, പുറത്തുള്ള ഇരുട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഫോളോ ചെയ്യാനുള്ളതാണ്. നമുക്കോ നാം ജീവന് വേണ്ടിയിട്ട് നിത്യജീവനായി വിളിക്കപ്പെട്ടവരാകൊണ്ട് യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന സ്വർഗീയ വെളിപ്പാട് അത് ശിമോൻ പത്രോസ് പ്രസ്താവിച്ച് യേശുക്രിസ്തു സാക്ഷ്യപ്പെടുത്തി നമ്മുടെ മുമ്പിലിരിക്കുകയാണ്. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, ഞാനിത് എഴുതിയിരിക്കുന്നത് ഇത് വായിക്കുന്നവർ വിശ്വസിക്കേണ്ടത് യേശു ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിച്ചിട്ട് അവർക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ വായിച്ച വചനഭാഗത്തിന്റെയും കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ യോഹന്നാൻ പറയുന്നത്,
ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാനിത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. യേശുക്രിസ്തു പറഞ്ഞത് കൈക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന എല്ലാ ഭക്തർക്കും നിത്യജീവനുണ്ട് എന്ന അറിവുണ്ടാകേണ്ടതിനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ആകയാൽ എന്റെ പ്രിയരെ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കാം. സമർപ്പണത്തോടെ, പ്രാർത്ഥനയോടെ, നിത്യജീവന്റെ പ്രത്യാശയെ മുഴുവപ്പിച്ചുകൊണ്ട് മുന്നേറുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മളുടെ തലകളെ ദൈവസന്നിധിയിൽ വണക്കുകയും നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കേൾക്കപ്പെട്ട വചനത്തിന്റെ മുമ്പിൽ നാം എല്ലാവരും സമർപ്പണത്തോടെയും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ തോമസ് കുടിക്കാൻ ശബ്ദം